ജോഷി ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു നമ്പർ 20 മദ്രാസ് മെയിൽ. മോഹൻലാൽ, മമ്മൂട്ടി, സോമൻ, അശോകൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു. ചിത്രത്തിൽ മമ്മൂട്ടി എന്ന നായക നടനായിട്ടാണ് മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളത്. ചിത്രത്തിൽ മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ അഭിനയിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ജോഷി. സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയതിനു ശേഷം നടന്റെ വേഷം ആര് ചെയ്യുമെന്ന് തീരുമാനിച്ചില്ലെന്നും പിന്നീട് മമ്മൂട്ടി വന്നതെന്നും ജോഷി പറഞ്ഞു. നമ്പർ 20 മദ്രാസ് മെയിൽ ചിത്രീകരിക്കുമ്പോൾ സിനിമാ നടനായി അഭിനയിക്കേണ്ട ആളെ തീരുമാനിച്ചില്ലായിരുന്നു. എന്നാൽ ഒരു പ്രമുഖ നടന്റെ പേര് ഈ രംഗത്ത് പറയുകയും വേണം. ട്രെയിനിൽ വെച്ച് ആ നടൻ എടുത്ത ഫോട്ടോയാണ് പോലീസിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. രംഗം ചിത്രീകരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ പേരാണ് മോഹൻലാൽ പറയുന്നത്. മമ്മൂട്ടി അന്ന് കുടുംബസമേതം അമേരിക്കയിലാണ്. അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ പേര് ഉപയോഗിക്കുന്നതിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ മമ്മൂട്ടി ഈ സിനിമയിൽ ഗസ്റ്റ് റോളിൽ അഭിനയിക്കുമെന്ന് ലാലിന് വിശ്വാസമുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്നെത്തിയ മമ്മൂട്ടി ഷൂട്ടിങ്ങിൽ പങ്കാളിയായി ഗസ്റ്റ് റോള് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. മദ്രാസിൽ ട്രെയിൻ യാത്ര അവസാനിക്കുന്നതോടെ മമ്മൂട്ടിയുടെ റോളും അവസാനിക്കുന്നതായിട്ടാണ് ആദ്യം എഴുതിയത്. പിന്നീട് ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി കടന്നു വരുന്നതും മോഹൻലാലിന്റെയും സുഹൃത്തുക്കളുടെയും നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കുന്നതും മമ്മൂട്ടി എന്ന കഥാപാത്രം കഥയിൽ വീണ്ടും സജീവമാകുന്നത് രണ്ടാമത്തെ കഥ വികസിച്ചപ്പോഴാണ്. ഷൊർണൂറിൽ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ മമ്മൂട്ടി എന്നോട് ചോദിച്ചു, ഞാൻ എന്റെ പേരിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാറായി അഭിനയിക്കുന്നതിൽ അല്പം അനിശ്ചിത്വമില്ലേ എന്ന്. മമ്മൂട്ടിയെ സമാധാനിപ്പിച്ചു. പിന്നീട് മമ്മൂട്ടി ഒന്നും പറഞ്ഞില്ല. അത് എന്നോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. അതിന്റെ കടപ്പാട് ഇന്നും മമ്മൂട്ടിയോടുണ്ട്. മമ്മൂട്ടി വ്യത്യസ്തമായ ഗെറ്റപ്പുകളിലാണ് സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. മീശയായിരുന്നു പ്രശ്നം. ചില രംഗങ്ങളിൽ ഒറിജിനൽ മീശ, ചിലയിടത്ത് വെപ്പ് മീശ. മമ്മൂട്ടി സിനിമാ നടനായി തന്നെ അഭിനയിക്കുന്നത് കൊണ്ട് സിനിമ വൻ ഹിറ്റായത് കൂടിയാകാം ഇതൊന്നും ആരും ശ്രദ്ധിക്കാതിരുന്നത്, ജോഷി പറഞ്ഞു.